ഹൃദയമൊഴികളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്ത, ആഴത്തിൽ കുഴിക്കുന്നത് മണ്ണിനു വേണ്ടിയോ നിധി കണ്ടെത്തുന്നതിന് വേണ്ടിയോ എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് നല്ല ഒരു ഭാവി കണ്ടെത്തുന്നതിന് വേണ്ടി ധാരാളം ആൾക്കാർ യുഎസിലേക്ക് കുടിയേറിയ ഒരു കാലഘട്ടമുണ്ട്. അക്കൂട്ടത്തിൽ സ്കോട്ട്ലൻഡുകാരനായ ആൻഡ്രൂ കാർണജി എന്ന യുവാവും ഉണ്ടായിരുന്നു. അതിജീവനത്തിന് വേണ്ടി കിട്ടിയ ജോലിയൊക്കെ അയാൾ ചെയ്തു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്താൽ അമേരിക്കയിലെ ഏറ്റവും വലിയ ഉരുക്ക് കമ്പനിയുടെ ഉടമസ്ഥനായി താൻ മാറി. മാത്രമല്ല, തന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന 43 പേര് കോടീശ്വരന്മാരായിരുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം. അപ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഏത് നിലവാരത്തിലേക്ക് ഉയർന്നുവെന്ന്. ഒരിക്കൽ തന്റെ സ്നേഹിതരിൽ ഒരാൾ തന്നോട് ചോദിച്ചു, മറ്റ് മനുഷ്യരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്? തന്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു. സ്വർണം കുഴിച്ചെടുക്കുന്നതും ആൾക്കാരോട് ഇടപെടുന്നതും ഒരുപോലെയാണ്. 1 ടൺ മണ്ണ് കുഴിച്ചെടുത്ത് അരിച്ചെടുക്കുമ്പോൾ മാത്രമാണ് ഒരു ഔൺസ് സ്വർണം ലഭിക്കുന്നത്. എന്നാൽ ആഴത്തിൽ കുഴിക്കുന്നത് ഒരിക്കലും മണ്ണിനു വേണ്ടിയല്ല, സ്വർണം നേടുക എന്ന ലക്ഷ്യമായിരിക്കണം. മണ്ണും പൊന്നും തിരിച്ചറിയാത്തവന്റെ പരിശ്രമവും ലക്ഷ്യവും ടൺ കണക്കിന് മണ്ണായിരിക്കും. അതിൽ സന്ദേഹം വേണ്ട. എന്നാൽ മണ്ണിൽ മറഞ്ഞിരിക്കുന്ന പൊന്നിന്റെ മൂല്യം തിരിച്ചറിഞ്ഞവന് മണ്ണൊരു തടസ്സമല്ല, പൊന്നിലേക്ക് എത്തുവാനുള്ള മാർഗമാണത്. ആൻഡ്രൂ കാർണജി മനുഷ്യനോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് ഉപമാന രൂപേണ പറഞ്ഞതിൽ അല്പം കഴമ്പില്ലാതില്ല. മണ്ണിൽ മറഞ്ഞിരിക്കുന്ന നിധി പോലെ മണ്ണുകൊണ്ട് മനയപ്പെട്ട മനുഷ്യനിൽ മറഞ്ഞിരിക്കുന്ന വിലയേറിയത് ചിലതുണ്ട്. അവന്റെ ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചിലതൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഠിനാധ്വാനത്താൽ മണ്ണ് കുഴിച്ചെടുത്ത് അത് അരിച്ചെടുക്കുമ്പോൾ മാത്രമേ സ്വർണം ലഭിക്കുകയുള്ളൂ. മണ്ണിനു വേണ്ടിയല്ല സ്വർണവേട്ടക്കാരൻ ഖനികൾ ഉണ്ടാക്കുന്നത്. അനവധി ഖനയുടെ മണ്ണ് കഠിനാധ്വാനത്താൽ മാറ്റുന്നത് പോലെ മനുഷ്യ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന നന്മയുടെ കണികകൾ കണ്ടെത്തുവാൻ പരിശ്രമം ചെയ്തേ മതിയാകുകയുള്ളൂ. അവന്റെ ഹൃദയത്തെ മൂടിയിരിക്കുന്ന തിന്മയെ തുടച്ചു മാറ്റുക എന്നത് ആയാസകരമായ ഒരു കാര്യം തന്നെയാണ്. മനുഷ്യന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന നന്മകൾ എന്ത്, തിന്മകൾ എന്ത് എന്നൊന്നാമത് തിരിച്ചറിയേണ്ടത് മറ്റുള്ളവരല്ല, അവനവൻ തന്നെയാണ്. രണ്ടാമത്, മറ്റുള്ളവർ തിരിച്ചറിയണം. ആ നന്മകൾ ഒരിക്കലും മറയപ്പെടാനുള്ളതല്ല, അവ പുറത്തു വന്നേ മതിയാകും. അവയെ മറച്ചു വെച്ചിരിക്കുന്ന തിന്മകളെ കണ്ടെത്തി പുറന്തള്ളാത്തിടത്തോളം നന്മയുടെ പ്രകാശം ഒരിക്കലും പുറത്തു വരികയില്ല. സ്നേഹത്തിന്റെ അത്ര മൂല്യമേറിയത് ഈ ലോകത്തിൽ മറ്റൊന്നും തന്നെയില്ല എന്നുള്ളതല്ലേ സത്യം. വിലയേറിയ മുത്തുകളോ രത്നങ്ങളോ കല്ലുകളോ മറ്റു യാതൊന്നിനും അതിന്റെ പകരം വെക്കാനാവുകയില്ല. അതുപോലെ തന്നെയാണ് ദയ, മനസ്സിൽ കരുണ, ആർദ്രത, വിശ്വസ്തത, ഇങ്ങനെ ധാരാളം നന്മകൾ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ തന്നെ പുറത്തു പോകേണ്ട തിന്മകൾ ധാരാളമുണ്ട്. ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ മനുഷ്യ ഹൃദയത്തിൽ തന്നെ പുറപ്പെട്ടവനെ അശുദ്ധനാക്കുന്നു. ഇവ പുറത്തു പോകാത്തിടത്തോളം ഉള്ളിലെ നന്മ പുറത്തു വരികയില്ല. അതിന് പര്യാപ്തമായ ആയുധം, അല്ലെങ്കിൽ അതിനെ നീക്കിക്കളയുവാനുള്ള, അതിനെ കുടിച്ചെടുക്കുവാനുള്ള ആയുധം ജീവനും ചൈതന്യമുള്ളതുമായ ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കായാലും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെന്ന് ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വേർവിടുവിക്കും വരെ ചെല്ലുന്ന ദൈവത്തിന്റെ വചനത്താൽ അല്ലാതെ സാധ്യമല്ല. ആ വചനം ഒരുവന്റെ ഉള്ളിൽ സമൂലമായ പരിവർത്തനം വരുത്താത്തിടത്തോളം കാലം മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ശരിയാവുകയില്ല. അതെ സ്നേഹിതരെ, നമ്മിലെ നന്മ പുറത്തു വരുവാൻ ദൈവത്തിനും ദൈവത്തിന്റെ വചനങ്ങൾക്കും മാത്രമേ കഴിയുള്ളൂ. നമ്മിൽ വരുത്തുന്ന ദിവ്യ സ്വഭാവത്താൽ അല്ലാതെ സാധ്യമേ അല്ല. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുള്ളിലെ നന്മ മറ്റുള്ളവർ കാണട്ടെ, അനുഭവിക്കട്ടെ. ദൈവത്തിനത് പ്രസാദകരമായി തീരട്ടെ. ദൈവം ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ.